സോളിറ്റ്യൂഡ് അഥവാ ഏകാന്തത ഇഷ്ടപ്പെടുന്നവർ. ഒരാൾ സ്വയം തീരുമാനമെടുത്ത് സോളിറ്റ്യൂഡിൽ പോവുകയാണെങ്കിൽ അയാളുടെ ലൈഫിൽ അയാൾക്ക് കുറെ നല്ല കാര്യങ്ങൾ സംഭവിക്കും. ആ ഇൻഡിവിജ്വലിന് സ്വയം അയാളെപ്പറ്റി നന്നായിട്ട് പഠിക്കാനും അറിയാനും സാധിക്കും. സ്വയം തിരിച്ചറിയാനും കുറെ കൂടി ക്രിയേറ്റീവ് ആകാനും മൈൻഡ്ഫുൾനെസ് അച്ചീവ് ആകാനും സ്പിരിച്വലി നല്ലൊരു ഫീലിംഗ് ലഭിക്കാനും സോളിറ്റ്യൂഡ് വഴി അത് സാധ്യമാകും. ലോകത്തിലെ 90% സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളും അവരുടെ ജീവിതത്തിലെ കുറച്ച് സമയം സോളിറ്റ്യൂഡിന് മാറ്റിവെക്കും. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് സ്റ്റീവ് ജോബ്സിനെ എടുത്താൽ അദ്ദേഹം ജീവിതത്തിൽ കുറച്ചു നേരം ഒറ്റയ്ക്ക് നടന്നാണ് സോളിറ്റ്യൂഡിൽ പോകുന്നത്. ആ സമയത്ത് അദ്ദേഹം ഒറ്റയ്ക്കായിരിക്കും, അദ്ദേഹത്തിന്റെ കൂടെ ആരുമില്ല. അദ്ദേഹത്തിന്റെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, താൻ സോളിറ്റ്യൂഡിൽ പോകുമ്പോഴാണ് തനിക്ക് കുറെ നല്ല ഐഡിയാസും ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ലഭിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒറ്റയ്ക്കാകുന്ന നിമിഷം നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ നമ്മുടെ ഫോണോ ഇല്ലെങ്കിൽ മറ്റാളുകളോ നമ്മുടെ കൂടെ ഇല്ല. അങ്ങനെ നമ്മുടെ മൈൻഡ് എംപ്റ്റി ആകുമ്പോഴാണ് നമ്മൾ സോളിറ്റ്യൂഡിൽ യഥാർത്ഥത്തിൽ പോകുന്നത്. ആ സമയത്ത് നമുക്ക് കുറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ലഭിക്കും, നമ്മുടെ പ്രൊഡക്ടിവിറ്റി നന്നായിട്ട് കൂടും. പിന്നെ സ്വിച്ച് ഓഫ് ചെയ്തതുപോലെ നമ്മുടെ സ്ട്രെസ് അങ്ങ് പോകും. പിന്നെ നമുക്ക് നമ്മളെ നന്നായിട്ട് അറിയാൻ സാധിക്കും. നമുക്ക് പല രീതിയിൽ സോളിറ്റ്യൂഡിൽ പോകാം. ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്നതോ ഒറ്റയ്ക്ക് ഹൈക്കിങ്ങിന് പോകുന്നതോ നേച്ചറിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ കുറെ നേരം ടൈം സ്പെൻഡ് ചെയ്യുന്നതോ അഥവാ ഒറ്റയ്ക്ക് ഇരുന്ന് ഡയറി എഴുതുന്നത് വരെ സോളിറ്റ്യൂഡാണ്. ഇനി സോളിറ്റ്യൂഡും ലോൺലിനെസ്സും രണ്ടാണ്. സോളിറ്റ്യൂഡ് നമ്മൾ സ്വയം തീരുമാനമെടുത്ത് പോകുന്നതാണ്. നമ്മൾ ഈ ഡിസ്ട്രാക്ഷൻസിന്റെ ഇടയിൽ നിന്ന് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി പോകുന്നതാണ്. എന്നാൽ ലോൺലിനെസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമല്ല ഒറ്റയ്ക്ക് ഇരിക്കാൻ, പക്ഷെ എന്നിട്ടും സൊസൈറ്റി കാരണം നമ്മൾ ഒറ്റപ്പെടുന്നതാണ് ലോൺലിനെസ്. രണ്ടാണ്. ഇനി എന്തുകൊണ്ടാണ് എല്ലാവർക്കും സോളിറ്റ്യൂഡിൽ പോകാൻ സാധിക്കാത്തത്? അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. മെയിനായിട്ട് അത് അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ്. ജോലിയും ലോണും EMIയും എല്ലാം ഓർത്ത് ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ പണി ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒട്ടും സോളിറ്റ്യൂഡിന് വേണ്ടി സമയം മാറ്റിവെക്കാൻ കാണില്ല. പിന്നെ ചിലരുണ്ട് എപ്പോഴും അവരുടെ കൂടെ ആരേലും വേണം. ഇങ്ങനെയുള്ളവർക്ക് സോളിറ്റ്യൂഡിൽ പോകാൻ ഭയങ്കര പാടാണ്. പിന്നെയുള്ള മെയിൻ പ്രശ്നമാണ് ടെക്നോളജി അഡിക്ഷൻ. നമ്മൾ ഫോണിൽ അഡിക്റ്റ് ആണെങ്കിൽ ഒരു 5 മിനിറ്റ് പോലും ഒരു സോഷ്യൽ മീഡിയയിൽ കയറി റീല് കാണാണ്ടിരിക്കാൻ പറ്റാത്തവർ, ഇവർക്കും ഭയങ്കര പാടാണ് സോളിറ്റ്യൂഡിൽ പോകാൻ. നമുക്കറിയാം ഈ സൈബർ യുഗത്തിൽ നമുക്ക് ഫോൺ ഇല്ലാണ്ട് ജീവിക്കാൻ ഭയങ്കര പാടാണ്. നമ്മൾ എന്തായാലും ഈ ലോകത്ത് നന്നായിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മൾ കുറച്ചു നേരം നമ്മുടെ ഫോൺ മാറ്റി വെച്ച് ഇല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ബീച്ചിൽ പോയി ഒരു അരമണിക്കൂർ ഇരുന്നാൽ മതി, അത് സോളിറ്റ്യൂഡാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഒന്ന് പിയാനോ വായിച്ചാൽ മതി, അത് സോളിറ്റ്യൂഡാണ്. ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോയാൽ മതി, അത് സോളിറ്റ്യൂഡാണ്. ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് കുറച്ചു നേരം മെഡിറ്റേറ്റ് ചെയ്താൽ മതി, അതും സോളിറ്റ്യൂഡാണ്. ഇനി സോളിറ്റ്യൂഡിന് സമയമില്ലാത്തവർ എന്തായാലും അവർക്ക് ജീവിതത്തിൽ ഒരു 5 മിനിറ്റെങ്കിലും മാറ്റി വെക്കാൻ പറ്റും. ഇപ്പം നന്നായിട്ടുള്ള വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒരു 5 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്താൽ മതി, അത് സോളിറ്റ്യൂഡാണ്. ഏതായാലും ഏകാന്തമായിട്ട് സമയം ചെലവഴിക്കുന്നത് നമ്മുടെ ബ്രെയിനും നമ്മുടെ മനസ്സിനും ഭയങ്കര നല്ല കാര്യമാണ്. നമുക്ക് നമ്മുടെ ബ്രെയിനെയും മൈൻഡിനെയും നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ജീവിതത്തിൽ കുറച്ചു നേരമെങ്കിലും സോളിറ്റ്യൂഡിന് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.